സംസ്ഥാനത്ത് 3 ദിവസത്തിനിടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 2 മരണം. കോഴിക്കോട് ഓമശ്ശേരി സ്വദേശിയുടെ 3 മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസം മലപ്പുറം വേങ്ങര സ്വദേശി റംലയും മരിച്ചിരുന്നു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേശാണ് ചേരുന്നത്. നിഖിൽ, ഗുഡ് മോർണിംഗ്. വീണ്ടും അത് ഒരു ആശങ്കയായി മാറുകയാണ്. പ്രത്യേകിച്ച് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കുന്നവർക്ക് അതിൽ നിന്ന് അതിജീവിക്കാനുള്ള സാധ്യത കുറവാണെന്ന സൂചന കൂടി നൽകുന്നതാണ് സമീപകാലത്ത് നടക്കുന്ന സംഭവങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ മരണങ്ങൾ എപ്പോഴാണ് സംഭവിച്ചത്? നിലവിൽ എത്ര പേർ ചികിത്സയിലുണ്ട്? നിഖിൽ പ്രമേശാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. നിഖിലെ, ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ചികിത്സയിലുള്ളത് എത്ര പേരാണ്? കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന 3 മാസമുള്ള ഒരു കുഞ്ഞിന്റെ മരണമാണ് ഏറ്റവും ഒടുവിൽ ഉണ്ടായത്. മലപ്പുറം സ്വദേശി റംല മരിച്ചത് 2 ദിവസം മുൻപാണ്. 2 മണിക്കൂറിനുള്ളിൽ 2 മരണം എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നെങ്കിലും അത് തെറ്റാണെന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. എന്തായാലും 2 ദിവസത്തിന്റെ ഇടവേളയിൽ 2 മരണങ്ങൾ അമീബിക് മസ്തിഷ്ക ജ്വരവുമായി സംഭവിക്കുകയാണ്. പക്ഷേ ഈ 3 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ ആരോഗ്യ നിഖിൽ പ്രമേശാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേരാൻ ശ്രമിച്ചത്. എന്നാൽ നിഖിലിന്റെ ശബ്ദത്തിൽ അല്പം സാങ്കേതിക പ്രശ്നമുണ്ട്. ഇപ്പോൾ രാവിലെ വന്ന വാർത്തകൾ അനുസരിച്ച് 24 മണിക്കൂറിനിടെ 2 മരണമെന്നായിരുന്നു ആദ്യം വന്ന വിവരങ്ങൾ. എന്നാൽ ആരോഗ്യവകുപ്പ് തന്നെ അത് തെറ്റാണ്. റംല മുൻപ് തന്നെ മരിച്ചു എന്ന വിവരം സ്ഥിരീകരിച്ചിട്ടുണ്ട് ആരോഗ്യവകുപ്പ്. കോഴിക്കോട് നിന്ന് ഈ വിശദാംശം ഒന്നുകൂടി വ്യക്തമാക്കുകയായിരുന്നു നിഖിൽ പ്രമേശ്.